ധന്യ, ഗുരുതര ലൈംഗിക ആരോപണ കേസിൽ ആരോപണ വിധേയനായ വേടൻ ഇപ്പോൾ നാട് വിട്ടെന്നാണ് കേൾക്കുന്നത്. പോലീസ് അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും കണ്ടെത്തുന്ന സാധ്യതയുണ്ടോ? ഇതര സംസ്ഥാനങ്ങളിലേക്ക് മുങ്ങി എന്നാണ് പോലീസ് പറയുന്നത്. അതായത് വേടന്റെ ജാമ്യാപേക്ഷ ഈ മാസം 18 ഹൈക്കോടതി മാറ്റിയിരുന്നത്. അപ്പോൾ അതുവരെ പിടിക്കപ്പെട്ടാൽ എന്തായാലും ഈ കേസിൽ കൃത്യമായ അന്വേഷണം ചിലപ്പോൾ നടന്നേക്കാം. ഈ സഹാക്കന്മാരുടെ എന്താ പറയുക, ഇന്നലെ പ്രേംലല്ലട്ടൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആധുനിക സാമൂഹ്യ പരിഷ്കർത്താവായതുകൊണ്ട് വർത്തമാനകാലത്തെ സാമൂഹ്യ പരിഷ്കർത്താവായതുകൊണ്ട് തൊട്ടടുത്തിരുന്നാലും പറയും കാണാനില്ല എന്ന് പറയും. ഇനിയിപ്പോ വേണമെങ്കിൽ പറയും പാകിസ്ഥാനിൽ അസീം മുനീർ പിടിച്ചോണ്ട് പോയി അവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്, പാകിസ്ഥാനിലെ ബംഗറിലാണ് വേടൻ എന്നൊക്കെ പറയും. ഒരു ചീള് വേടനെ പോലും പിടിക്കാൻ കഴിയാത്ത കേരള പോലീസാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഏത് കുറ്റവും കൃത്യമായി തെളിയിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഏത് പ്രതിയെ കൃത്യമായി അങ്ങനെ പറയരുത്. കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് ആണത്രേ, ഉണ്ടത്രേ, നിന്നത്രേ, ഇല്ലത്രേ. ആ ഇത്രയിലുള്ളതാണ് നമ്മുടെ കേരള പോലീസ്. പക്ഷെ നല്ലവരായ മികച്ച ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പോലീസിലുണ്ട്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചാൽ വേടനെ പുഷ്പം പോലെ പിടിച്ചുകൊണ്ട് വന്ന് അകത്തിടാം, കാര്യങ്ങൾ ചോദിച്ചറിയാം, മനസ്സിലാക്കാം. ഈ പെൺകുട്ടിയുടെ പരാതി ചെറുതൊന്നുമല്ല, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഡോക്ടർ എന്ന് പറയുന്ന കുട്ടി ആരോപിച്ചിരിക്കുന്നത്, ഇര ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുക. കാരണം ഇയാൾക്കെതിരെ ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, ഇര പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ നിസ്സാരമായി കാണരുത്. കാരണം ഡ്രഗ്സിന്റെ ഉപയോഗം, മൃഗങ്ങളെ വേട്ടയാടുന്നു, ഈ വേട്ടയാടരുത് എന്ന് പറയുന്ന മൃഗങ്ങളെയൊക്കെ ഇയാൾ വേട്ടയാടുന്നു എന്ന് പറയുന്നു. ഈ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ശാരീരികമായി വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു. എന്താ പറയുക, ശരീരം കൊടുത്തില്ലെങ്കിൽ നിന്റെ ശരീരം പുറത്ത് കാണിക്കാൻ കൊള്ളാത്തതാണ്, അതുകൊണ്ടാണ് നീ ശരീരം എനിക്ക് കാഴ്ചവെക്കാത്തതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ മാത്രമല്ല വളരെ ശാരീരികമായി പീഡിപ്പിച്ച് ഒടുവിൽ ആ പീഡനത്തിനൊടുവിൽ രക്തം വന്നാൽ പോലും ഇയാൾ ആ പീഡനം നിർത്തില്ല എന്നാണ് പറയുന്നത്. അത്ര ഒരു എന്താ പറയുക, ലൈംഗിക വൈകൃതങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ മുരളീദാസ് എന്ന് പറയുന്ന വേടൻ. ആ സമുദായത്തെ പോലും ഇയാൾ അപമാനിക്കുകയാണെന്നാണ് പലരും പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഈ BJP വിരുദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ സഹാക്കന്മാർ ഈ തലയിലേറ്റി വെക്കും. ഇവരെന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, ഇവരുടെ ഒരു ജീവിത രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവർ സമൂഹത്തിന് നൽകുന്ന പാഠം എന്താണ്, ഇവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്, ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ഇപ്പൊ ഈ തൊപ്പി എന്ന് പറഞ്ഞൊരു മഹാദുരന്തമുണ്ട്. ഇയാൾക്ക് ഭയങ്കര ആരാധകരാണ്, കൊച്ചു കുട്ടികൾ വരെ ആരാധന. എന്ന് വെച്ചാൽ ഇയാളെ പോലീസ് പിടിച്ചതിന്റെ അന്ന് കുട്ടികൾ സമരത്തിലായിരുന്നു, അംഗൻവാടിയില്ല പിള്ളേർ വരെ സമരത്തിലായിരുന്നു എന്നാണ് ട്രോളുകൾ. അല്ല, അത് ഈ തൊപ്പിമാർ ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട് തന്നെയാണ്. അതായത് ഈ നമ്മുടെ കേരളത്തിലെ സമൂഹം, പ്രത്യേകിച്ച് യുവസമൂഹം വല്ലാതെ അസ്വസ്ഥരാണ്. അവർക്ക് അസ്വസ്ഥരാണ്. അതെ, ഞങ്ങൾക്ക് വരുമാനമില്ല, തൊഴിലില്ല, ജോലിക്ക് പോകണം, ശരീരം മെച്ചപ്പെട്ട ജീവിത സാഹചര്യമില്ല, സർക്കാരിനോട്, ഭരണ സംവിധാനങ്ങളോട്, അല്ലെങ്കിൽ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നവരോട് കടുത്ത അമർഷം, പുച്ഛം. അപ്പോൾ ഇതിൻ്റെയൊക്കെ, അതായത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വികാരങ്ങൾ, മറ്റുള്ളവരോടുള്ള ദേഷ്യം, പക, വിദ്വേഷം, ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ പ്രകടിപ്പിക്കുമ്പോൾ അവരുടെ പിന്നിൽ അണിനിരക്കുക സ്വാഭാവികമായി അവരോട് തോന്നുന്ന ഒരു ഇത്. ഈ പണ്ട് കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒറ്റയ്ക്കിരുന്നാൽ, നമ്മുടെയൊക്കെ ഒരു സമയത്ത് നമ്മളൊക്കെ ഒറ്റയ്ക്കിരുന്ന ഒറ്റയ്ക്കായിപ്പോയല്ലോ, അങ്ങനെ ഞാനൊന്നും ഇന്നുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല അതിനെക്കുറിച്ച്. ഒറ്റയ്ക്കായിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്ക് ഇന്നുവരെ ജീവിതത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ ഐ ആം എലോൺ മൂഡ്, ഞാൻ എലോൺ, എനിക്ക് ഡിപ്രഷൻ മൂഡ്. ഈ ഡിപ്രഷൻ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് പറയാനത് ആ ഒരു പർട്ടിക്കുലർ വേർഡ് നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്താ ഡിപ്രഷൻ. 3 നേരം ആഹാരം കഴിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അച്ഛന്മാർ നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ, 3 നേരം ആഹാരം തരുന്നുണ്ട്, വിദ്യാഭ്യാസം തരുന്നുണ്ട്, നല്ല ഡ്രസ്സ് തരുന്നുണ്ട്, ഇടാൻ ചെരുപ്പ്, കിടക്കാൻ ഒരു വീട്, ഇതെല്ലാം സമയം, പിന്നെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കൊത്തി ഇതിന്റെ പ്രശ്നമാ എന്ന് പറയും. പക്ഷെ അതല്ല കാര്യം. ഇപ്പൊ പിള്ളേർക്ക് അവരുടേതായ കുറെ ഈ കാലഘട്ടത്തിൽ അവര് മൈൻഡ് അനുസരിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഈ ന്യൂ ജെന്നിന്റെ പ്രശ്നങ്ങൾ. ഇത് പഴയ തലമുറ അനുഭവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ പിള്ളേരിലൂടെയാണ്. അല്ല, തന്നെ അതിന്റെ കാരണമുണ്ട്. അതായത് കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. പഴയ കാലഘട്ടത്തിൽ നമുക്ക് ഇന്റർനെറ്റ് ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല. നമുക്ക് ഇത്തരം മാനസിക സംഘർഷങ്ങളിൽ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മളങ്ങ് സഹിക്കുക, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെടുക. ഈ 2 സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ അതിൽ വിദഗ്ധോപദേശം തന്ന മഹാഭാഗ്യം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒന്നെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അതിനെ പൂർണ്ണമായും അതിനെ തള്ളിക്കളയുക, അതിനോട് യുദ്ധം പ്രഖ്യാപിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ അതിന് മറ്റ് സാധ്യതകൾ തേടുക. അതിപ്പോൾ ഒന്നെങ്കിൽ ലഹരിയാകാം, അല്ലെങ്കിൽ ഇതേപോലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലിരുന്ന് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നവരോടുള്ള താരാരാധനയാകാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കുറുക്കു വഴികൾ തേടുന്ന ഒരു കാലഘട്ടമാണത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. പണ്ട് കാലത്ത് അന്നും ഈ മൊബൈൽ ഫോണും മറ്റേതേപോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതി പണ്ട് കാലത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മളടങ്ങുന്ന തലമുറയൊക്കെ ആ ഒരു രീതിയിൽ മാറിപ്പോയാണ്. പക്ഷേ വരും തലമുറയുടെ കാലത്ത് അവർക്ക് കുറച്ചുകൂടി നാട്ടുകാരോട് അല്ലെങ്കിൽ ആളുകളോട് സംവദിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് വിദേശത്തുള്ള ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ STD വിളിക്കണം, ഇപ്പോൾ ഭീമമായ തുക, കത്തെഴുതി അയക്കുക. പക്ഷേ ഇപ്പം അതല്ലല്ലോ. ഇപ്പം നിമിഷ നേരം കൊണ്ട് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പോൾ ഈ കാലഘട്ടം മാറിയപ്പോൾ പ്രശ്ന പരിഹാരവും അത്ര എളുപ്പമാണ്. കുറുക്കു വഴികൾ ഉണ്ടെന്നുള്ളത്. കാലഘട്ടം മാറിയതനുസരിച്ച് കഴപ്പിന്റെ എണ്ണങ്ങൾ കൂടുന്നു എന്നുള്ളതാണ്. ഈ കഴപ്പെന്ന് പറയുന്ന വാക്ക് പലരും തെറ്റായിട്ട് തെറ്റിദ്ധരിക്കും. പക്ഷെ ആ ഒരു വേർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ പീഡനമുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിലും പീഡനമുണ്ട്. പക്ഷെ അതിൻ്റെ വേരിയേഷൻ വ്യത്യാസം ഒന്നേ ഉള്ളൂ. ഇപ്പോൾ വേടനെ പോലുള്ളവരൊക്കെ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് അല്ലേ. കുറച്ചുകൂടി ആൾക്കാർ സ്വീകാര്യത കിട്ടുന്നുണ്ട്. കുറേ കുട്ടികൾ അയാളെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുടെ പാട്ടുകൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വരും തലമുറകൾ പറയാനുള്ളത് അയാളുടെ പാട്ടിലൂടെ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറയാനുള്ളത് അയാളുടെ പാട്ടിലൂടെ പറഞ്ഞും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇതൊക്കെ അവിടെ ഒരു വശത്ത് നിൽക്കുമ്പോഴും മറുവശത്ത് ഇയാളെ കണ്ട് പഠിക്കരുത് എന്നുള്ളൊരു പാഠം കൂടി ഇയാൾ നൽകുന്നുണ്ട്. ഞാനൊരു ലഹരിക്കടിമയാണ്, ഞാൻ സമൂഹത്തിൻ്റെ ഇപ്പോൾ ഈ സമൂഹം വയ്ക്കുന്ന കുറേ ചിട്ടകളുണ്ടല്ലോ, അതനുസരിച്ച് ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയെ ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനിക്കുകയും ഒരു സ്ത്രീയായാലും പുരുഷനായാലും ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനിക്കുകയും പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തു മാത്രമല്ല എന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു പുരുഷന്റെ വിജയം. അല്ലെങ്കിൽ രണ്ട് ഇക്വാലിറ്റി എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു സ്ത്രീയെ കിട്ടിയാൽ മാക്സിമം അവളെ ഉപയോഗിക്കുക. ആ പാഠമാണ് അയാള് ഇപ്പോ സമൂഹത്തിൽ നൽകുന്നത്. സ്ത്രീകൾക്കും ബാധകമാണ്. ഇതേപോലുള്ള ആൾക്കാർ സമീപിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് സ്ത്രീകളും തിരിച്ചറിയേണ്ടതാണ്. ഇതേപോലുള്ള ആൾക്കാർ ഇപ്പോൾ CPM-ഉം സർക്കാരും ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. കാര്യം ഇത്തരത്തെ ആൾക്കാരെ കൃത്യമായി മനസ്സിലാക്കാതെ അവരെന്തൊക്കെയോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ, അവരെന്തൊക്കെയോ പാട്ടുപാടി എന്നതിൻ്റെ പേരിൽ അവരെ പൊതുവേദിയിൽ അവതരിപ്പിക്കുക, അവരെ മൊത്തത്തിലങ്ങ് ഏറ്റെടുക്കുക. ഇപ്പോൾ CPM ആ തെറ്റ് തിരിച്ചറിയുന്നുണ്ടാവണം. അതെ, തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് ഈ വേടനെ പോലുള്ളവർക്കൊക്കെ കർശനമായ ശിക്ഷ നൽകണം. അത് സർക്കാർ സപ്പോർട്ട് ചെയ്യാതെ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അതിലെന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കണം. കാരണം ഇയാളെ പോലുള്ളവരെയൊക്കെ കയറഴിച്ച് വിട്ടാൽ, അല്ലെങ്കിൽ കാരണം ഇതിൽ രണ്ട് സൈഡിൽ, ഒരു ഭാഗത്ത് കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയാണ്, മറുഭാഗത്ത് കല്യാണം കഴിക്കാത്ത ഒരു പുരുഷനാണ്. സ്വാഭാവികമായും ആ സ്ത്രീക്കുണ്ടായ സങ്കടങ്ങൾ, വിഷമങ്ങൾ, അവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടാകാം. തെളിവുകളെല്ലാം നിരത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ പെടുക തന്നെ ചെയ്യുക. അതിനി എവിടെ പോയി ഒളിച്ചാലും ഈ പീഡനവീരന്മാർക്ക് ഒരിടത്തും രക്ഷയില്ല എന്നുള്ളതാണ്. കാരണം എവിടെ പോയി വിളിച്ചാലും പിടിക്കപ്പെടും. അത് എത്ര ഉന്നതനായാലും എത്ര സർക്കാരുമായി അടുപ്പമുള്ളവനായി എന്തൊക്കെ പറഞ്ഞാലും കോടതിയുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജാമ്യാപേക്ഷ ഇയാൾക്ക് ലഭിച്ച് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇയാൾ അകത്താവും. അത് ഉറപ്പാണ്, ഉള്ള കാര്യമാണ്. ഇനി എത്ര പേർ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വരും, അതാണ് കാത്തിരിക്കേണ്ടത്.